അമ്മ റെഡിയാണോ അമ്മ? നമുക്ക് ഫ്രൈഡേ മാർക്കറ്റ് പോയാലോ? ലെറ്റ്സ് ഗോ. അമ്മ ബെൽജിയത്തിൽ വന്നിട്ട് അമ്മയ്ക്ക് എന്തൊക്കെയാണ് അമ്മ ചെയ്യണ്ടേ? എനിക്ക് ഇവിടെ ശരിക്കും കാണണം. ഇവിടെയുള്ള സ്പെഷ്യൽസ് ഒക്കെ കഴിക്കണം. ഇവിടുത്തെ ഫ്രൈസും ചോക്ലേറ്റ്സും ഒക്കെ കഴിക്കണം. കുക്കീസ് അങ്ങനെയുള്ളതൊക്കെ കഴിക്കണം. കാണുമ്പോഴേ അറിയാലോ കഴിക്കുന്ന ആളാണ്. പിന്നെ ഷോപ്പ് ചെയ്യണം. പിന്നെ ഷോപ്പ് ചെയ്യണം. അത്രയൊക്കെ ആഗ്രഹങ്ങളേ ഉള്ളൂ. വലിയ ആഗ്രഹങ്ങളൊക്കെ വലിയ ചെറിയ ആഗ്രഹങ്ങളാണ്. നമ്മുടെ ഫസ്റ്റ് ട്രാം ഇൻ യൂറോപ്പ്. ഇതാണ് ടൈഗർ ബ്രെഡ് എന്ന് പറയും. അതിൻ്റെ ആ പ്രിൻറ്റ് പോലെ ഇരിക്കുന്നത്. ഇങ്ങനെ പല പല ടൈപ്പ് ഉണ്ട്. ഇതുണ്ടോ വേറെ ടൈപ്പ് ബ്രെഡുകൾ. ഇത് അതെ ഷുഗർ കോട്ടഡ് ആണ്. അതിനകത്തുണ്ട്. അകത്തും ഷുഗർ ആയിരിക്കും. അകത്തും ഷുഗർ ആയിരിക്കും. എനിക്ക് സ്ട്രോബെറി കണ്ടിട്ടുണ്ടാവുന്നത്. സ്ട്രോബെറി കണ്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇനി വീട്ടിൽ പോയിട്ട് കടിച്ചു മുറിച്ച് കഴിക്കാം അല്ലേ? നല്ല കിടിലൻ സ്ട്രോബെറിയാ. നല്ല ഓഫറിൽ ഇവിടെ കിട്ടും. എക്സ്ട്രാ ഗ്രേപ്സും ഒക്കെ കിട്ടും. ഇവിടെ എപ്പോഴും അങ്ങനെ ഓഫറിലെ സാധനം കിട്ടും. ഫ്രിറ്റ് കഴിക്കാൻ പോകണം. ഇത് ഇവിടുത്തെ പല ടൈപ്പ് ഇങ്ങനെ ക്യുക്കായിട്ട് പിള്ളേർ വന്ന് കഴിക്കുന്ന സാധനങ്ങളാണ്. ബർഗറായിട്ടും ഫ്രൈസായിട്ടും ഒക്കെ. അമ്മ ഫ്രിറ്റ് കഴിക്കാൻ വന്നിരിക്കുകയല്ലേ? എൻ്റെ സൈഡിൽ അതെ സൈഡിൽ എല്ലാവരും ബോട്ട് റൈഡും ടൂറിസ്റ്റൊക്കെ വന്നു. അതെ വെയിൽ. ഇപ്പം നാട്ടിലായിരുന്നെങ്കിൽ വെയിൽ കണ്ട് ഓടും. ഇവിടെയാണെങ്കിൽ വെയിൽ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ വെയിലത്ത് വന്നിരിക്കുക. അകത്തിടെ ഉണ്ടോ പക്ഷേ വെയിൽ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുക. അമ്മ ഈ സാധനം കണ്ടിട്ടുണ്ടോ? ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇത് കുറേ രാജ്യങ്ങളിലുള്ളതാണ്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതും ഒത്തിരി കീറിയതും നിറം പോയതും അങ്ങനത്തെ ഒന്നുമല്ല. ആൾക്കാർക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തുണി ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതിനകത്തോട്ട് ഇടാം. ഈ കീറിയതും പറഞ്ഞതും ഒക്കെ ഇടാൻ പറ്റത്തില്ല. യൂസ് ചെയ്യാൻ പറ്റുന്ന, അപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനും അല്ലെങ്കിൽ കുറേ കമ്പനിക്കാരുമായിട്ട് ടൈപ്പ് ചെയ്ത് അവരതെടുത്തിട്ട് അത് റീസൈക്കിൾ ചെയ്ത് ടെക്സ്റ്റൈൽ. അങ്ങനെ അമ്മയായിട്ടുള്ള കറക്കമൊക്കെ കഴിഞ്ഞ് അന്ന് ഉച്ച കഴിഞ്ഞിട്ട് അച്ചാച്ചനൊരു ഫോളോ അപ്പ് ചെക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനായിട്ട് ഇവിടുത്തെ ഒരു മെഡിക്കൽ കോളേജിൽ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലാണ്. ഓരോ സിറ്റിക്കും അതിൻ്റെ ഒരു യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലുണ്ട്. ഇതിപ്പം യുസി ഹെൻ്റാണ്, യൂണിവേഴ്സിറ്റി ഗെൻറ്റ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അച്ചാച്ചനാണെങ്കിൽ ഈ ഉറക്കത്തിൽ ഞാൻ പലതവണ നോട്ടീസ് ചെയ്തായിരുന്നു കുറേ നാൾ മുന്നേ. ഈ കൂർക്കം വലിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് കൂർക്കം വലിക്കുകയും ചെയ്യുമായിരുന്നു, ശ്വാസം പിടിച്ചു വെക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം അത് ഒരു ത്രെറ്റനിങ് ആയിട്ടുള്ള സംഭവമാണ് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അച്ചാച്ചനെയും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയും പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും സ്ലീപ്പ് തെറാപ്പി, സ്ലീപ്പ് ടെസ്റ്റൊക്കെ ചെയ്യുകയാണ്. അപ്പം അതിൻ്റെ മെഷീനാണ് കയ്യിരിക്കുന്നത് അച്ചാച്ചൻ്റെ. അപ്പം അത് വെച്ച് റീഡ് ചെയ്യും അത് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടോയെന്നൊക്കെ. ഈ പ്രൊസീജിയർ ഭയങ്കര നല്ലതാണ്, ഈ ഹോസ്പിറ്റലിലുള്ള രീതികൾ. അപ്പം ഭയങ്കര സിസ്റ്റമാറ്റിക്കാണ്. അപ്പോൾ അത് കാണിക്കാനാണ് ഞാനിപ്പം. അപ്പോൾ നമ്മൾ വന്ന ഉടനെ നമ്മുടെ പാർക്കിംഗ് ടിക്കറ്റ് വെച്ചിട്ട് നമ്മുടെ ID കാർഡ് കയറ്റിയിട്ട് നമ്മുടെ അപ്പോയിൻമെൻറ്റ് ആ ID കാർഡുമായിട്ടാണ് ലിങ്ക്ഡ്. ഇവിടെ ബെൽജിയത്തിലെ എല്ലാ കാര്യങ്ങളും A to Z, മെഡിക്കൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത്, നമ്മൾ ഫാർമസി പോകുന്നത്, പോലീസ് റെക്കോർഡ്സ്, നമ്മളിവിടുത്തെ എന്തെങ്കിലും എക്സ്ട്രാ എഡ്യൂക്കേഷൻ വല്ല എടുക്കുവാണെങ്കിൽ അത് A to Z കാര്യങ്ങൾ ഈ ID കാർഡിൽ ലിങ്ക്ഡാണ്. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ ഈസിയാണ്. നമ്മൾ ക്യൂ നിന്ന് കാര്യങ്ങൾ ചെയ്യുമോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ നമ്മൾ ഇതെടുത്തിട്ട് അപ്രോപ്രിയേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റിക്കർ എടുക്കും. സ്റ്റിക്കർ എടുത്തിട്ട് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോവുക. ഒരു മീഡിയേറ്റർ ആൾക്കാരൊന്നും ഇല്ല. ഇത് ലിഫ്റ്റ് വരെ ആക്സസ് ചെയ്യുന്നത് വളരെ നല്ല രീതിയിലാണ്. നമുക്ക് പറഞ്ഞുതരും ഏത് ലിഫ്റ്റ് എടുക്കേണ്ടതെന്നുള്ള രീതി. അത്ര അടിപൊളിയാണ് ഇവിടുത്തെ മെഡിക്കൽ കോളേജൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ ഡോക്ടർ പറഞ്ഞല്ലേ ചച്ച നീ ഉഴപ്പരുതെന്ന് പറഞ്ഞില്ലേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ജിമ്മിലേക്ക് പോയി. ഫേസ് ഓഫ് പേരൻറ്റിങ് കഴിഞ്ഞിട്ടില്ല പേരൻറ്റിങ് അങ്ങനെ ഒത്തിരി നാൾക്ക് ശേഷം
നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു ആക്ടിവിറ്റിക്ക് പോവാണ്, ജിമ്മിൽ ഒരുമിച്ച് പോവാണ്. പേരൻറ്റിങ്ങിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് നമ്മൾ പിള്ളേരെ ഒരാൾ വീട്ടിൽ നിന്ന് മറ്റേ ആൾ ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ ഒരാൾ വീട്ടിൽ ഇരുന്നിട്ട് മറ്റേ ആൾ ബാക്കി പരിപാടികൾ ചെയ്യുക. അങ്ങനെ ഒരുമിച്ചുള്ള പരിപാടികൾ വളരെ കുറവാണ്. അതാണ് ഒരുമിച്ച് ഒറ്റയ്ക്ക്. അതെ, രണ്ടുപേരും കൂടെ ഒരുമിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ റെയറാണ്. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ പോകുമ്പോഴത്തേക്കിനും കൂടെ ആൾക്കാരൊക്കെ ഇല്ലെങ്കിലൊക്കെ. അപ്പം ഇപ്പം നമ്മൾ പതുക്കെ എൻജോയ് ചെയ്യാണ്. അതെ, 2 മാസമുള്ള എൻജോയ്മെൻറ്റ്. അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ നടൻ അച്ചായത്തി സൈനിങ് ഓഫ്.